Hey, hello everyone, welcome back to my channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സെക്യൂരിറ്റി ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മൈ നെയിം ഇസ് റംഷിത ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ വീഡിയോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനപ്പ് ആവാനും ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ആവാനായിട്ട് ഹെൽപ്പ് ആക്കുന്നൊരു സ്കിൻ കെയർ റൂട്ടീനാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നല്ലോണം ടാൻഡായി. പിന്നെ എനിക്ക് ഈ അടുത്ത് അലർജീസും പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ പിമ്പിൾസൊക്കെ വന്നിട്ട് അത് പോയതിൻ്റെ മാർക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ഒക്കെ ആവാനായിട്ട് ഹെൽപ്പ് ആക്കുന്നൊരു സ്കിൻ കെയർ റൂട്ടീനാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് സ്കിൻ കെയർ റൂട്ടീനിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡബിൾ ക്ലെൻസ് ആണ്. അപ്പോൾ ഞാനതിൽ ആദ്യം ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയർ ഓയിൽ എടുക്കാം ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മിസലർ വാട്ടറാണ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതല്ല ക്ലെൻസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഓൾറെഡി ഞാൻ ആദ്യം മേക്കപ്പ് ഒന്നും ഇല്ല, ഫേസ് ഓൾറെഡി വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മിസലർ വാട്ടർ ഒരു യെല്ലോ കളർ ബോട്ടിൽ കിട്ടും, അതാണ് ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഫേസിൽ ഇതാണ് യൂസ് ചെയ്യുക. ഇതൊരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് ഫേസ് ഫുള്ള് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ആവും. അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്യാം. നിങ്ങൾ ഏതാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അതെടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് വെച്ചാൽ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു ഫേസ് വാഷാണ്. ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ. അത് റൂമിലിരിക്കുക, അർസു ബേബി ഉറങ്ങുന്ന ടൈമിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഞാനതാണ് ഫേസ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കോസാറക്സിൻ്റെ ഒരു AHA/BHA ക്ലാരിഫയിങ് ട്രീറ്റ്മെൻറ്റ് ടോണറാണ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണർ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ടോണറാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഒരു ടോണർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ, ബിക്കോസ് ഇതൊരു AHA/BHA ടോണറാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്ക് ചോദിക്കുന്നവരുണ്ട്, കമൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോണർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, ബിക്കോസ് ഇതൊരു ജെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് ടോണറാണ്. അപ്പോൾ നമുക്കിത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്രയും കോൺസെൻട്രേറ്റഡ് അല്ല. അപ്പോൾ നമുക്കത് ഫേസിൽ ഡെയിലി യൂസ് ചെയ്താൽ കുഴപ്പമൊന്നും വരില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടോണർ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കോട്ടൺ ബൗളിലെടുത്തിട്ട് ഫുള്ള് റബ്ബ് ചെയ്ത് കൊടുക്കാം, ബട്ട് ഇറ്റ് ബെറ്റർ ടു സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ഒക്കെ ആവാനായിട്ട് ഹെൽപ്പ് ആക്കുന്നൊരു കിഡു പ്രൊഡക്റ്റാണ്. ഏതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഡോക്ടർ ഷേത്തിൻ്റെ കേസർ ആൻഡ് കോജിക് ഡെയിലി പിഗ്മെൻറ്റേഷൻ കറക്ഷൻ ക്രീമാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് കേസർ എക്സ്ട്രാക്റ്റ് ഉണ്ട്, 2% കോജിക് ആസിഡ് ഉണ്ട്, 1% നിയാസിനമൈഡ് ഉണ്ട്, 0.5% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. സോ എല്ലാം ഓൾ ഇൻ ഓൾ നല്ല ഇൻഗ്രീഡിയൻസ് ലിസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ഒക്കെ ആവാനായിട്ട് ഹെൽപ്പ് ആക്കുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു ക്രീം പറഞ്ഞുതരോ, ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനും ഫേസ് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ക്രീം പറഞ്ഞുതരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഐ സജസ്റ്റ് ദിസ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊരു ഹൈഡ്രേഷൻ തരുന്ന ഒരു ഗ്ലോ തരുന്നൊരു പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാനിതിൽ എൻ്റെ ചാനലിൽ കുറേ കാണിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. സ്നെയിൽ മ്യൂസിനാണ്, കോസാറക്സിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കോസാറക്സ് അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിൻ പവർ എസെൻസ്, അതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലൊരു കണ്ടോ, ഇത് എപ്പോഴും എടുക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കറക്ഷൻ ക്രീം ചെയ്തില്ലേ അതിന് മുൻപും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും അപ്ലൈ ചെയ്യാം. ഞാനിങ്ങനെയാണ് അപ്ലൈ ചെയ്യാറ്, ബിക്കോസ് എനിക്ക് ആ ഒരു കോജിക് ആസിഡിൻ്റെ ആ ഒരു കറക്ഷൻ ക്രീമില്ലേ അതിൻ്റെ പവർ ആണ് കൂടുതലും സ്കിന്നിലോട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ സെക്കൻഡ് യൂസ് ചെയ്തത്. ടോണർ കഴിഞ്ഞിട്ട് നമ്മൾ കറക്ഷൻ ക്രീം യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു എസൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്, എനിക്കിപ്പോൾ ഉണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്, പിമ്പിൾ മാർക്ക് വന്നതിൻ്റെ സ്പോട്ട്സാണ്. അപ്പോൾ അത് റെഡ്യൂസ് ആവാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു
ക്രീമാണ്, ക്രീമല്ല, ഒരു കറക്ഷൻ സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആണ് ഇത് കേട്ടോ. ആക്നി സ്ക്വാഡിൻ്റെ സൂപ്പർ സേവിയർ സ്പോട്ട് കറക്ഷൻ ഒരു ക്രീമാണ് കേട്ടോ. കണ്ടോ, ഇതാണ് വരുന്നത്. ഒരു അടിപൊളി ജെല്ലാണ് കേട്ടോ. അടിപൊളി എന്ന് പറയാനായിട്ട് നമുക്ക് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് കാണുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല പോലെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടോ, ഇതൊരു പെൻ ടൈപ്പ് ഒരു ട്യൂബാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആക്നി മാർക്സ് ഒക്കെ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആക്നി മാർക്സ് എവിടെയൊക്കെയാണുള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതൊന്ന് മസാജ് ചെയ്യുകയോ ഒന്നും വേണ്ട, ഇത് അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലപോലെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയിട്ട് ഇതൊരു ട്രാൻസ്പെറൻറ്റ് പോലത്തെ ഒരു കളറാവും. ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ ആയിട്ട് നിൽക്കില്ല. ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചില ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമൊക്കെ വരും കേട്ടോ. അത് ഡിപ്പെൻസ് ഞാൻ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ എൻ്റെ നൈറ്റ് സ്കിൻ കെയറും ചേഞ്ച് ആവും. ബിക്കോസ് വീക്ക്ലി വൺസ് ഞാനിപ്പോൾ റെറ്റിനോൾ സെറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെറ്റിനോൾ സെറം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈഫൻ്റെ ഇതാണ് കേട്ടോ. ഹൈഫൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ 0.05% റെറ്റിനോൾ റീസെറ്റ് സെറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റെറ്റിനോൾ സെറമാണ്. എനിക്കിഷ്ടമായിട്ടോ. ഞാൻ ആസ് എ ബിഗിനർ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ പേർജിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നല്ല, അതായത് ചിലർക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരും. പിമ്പിൾ എന്ന് പറഞ്ഞാൽ പേർജിങ് ആണ് കേട്ടോ അത്. അതായത് നമുക്കൊരു ഒരു പ്രൊഡക്റ്റും അതും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ സ്കിന്നിൽ നല്ലോണം പിമ്പിൾസും അല്ലെങ്കിൽ റെഡ് മാർക്സും അങ്ങനെയൊക്കെ വരും. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ അത് യൂസ് ചെയ്തപ്പോൾ. ആൻഡ് ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഇപ്പോൾ ഈ നൈറ്റ് സ്കിൻ കെയർ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അന്നത്തെ രാത്രി മാത്രമേ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ മുഖം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ മേലെ മോയ്സ്ചറൈസർ, ഈ ഒരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ, ഇത് രണ്ടും കൂടിയാണ് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യും. വേറൊന്നും ഞാൻ അന്ന് അപ്ലൈ ചെയ്യില്ല. ബിക്കോസ് ഈ റെറ്റിനോൾ സെറം യൂസ് ചെയ്യുന്നതിൻ്റെ ടൈമിൽ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻസും അങ്ങനത്തതൊന്നും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഇതിന് മിക്സ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത്ര പ്രോ ഒന്നും ആയിട്ടില്ല ഫേസിൽ യൂസ് ചെയ്യാനായിട്ട്. ഒരു റെറ്റിനോൾ സെറത്തിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഡൈപെപ്റ്റൈഡ് ഉണ്ട്, ബക്കുച്ചിയോൾ ഉണ്ട്, സീക്ക എക്സ്ട്രാ 10% ഉണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെറ്റിനോൾ സെറം ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈഫൻ്റെ റെറ്റിനോൾ സെറം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കാം. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ലിപ്സ്റ്റിക് ഒന്നും അപ്ലൈ ചെയ്യില്ല. ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്രസൻറ്റബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ചാപ്ടെക്സിൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്യലുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ AC ഒക്കെ ഇട്ട് കിടക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഡ്രൈ ലിപ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ബാം ലൈഫ് സേവിയർ ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഒരു ദിവസം കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ചില ടൈമിൽ ഭയങ്കര ഡ്രൈ ലിപ്സ് ആയിരിക്കും. അതായത് ചിലപ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ കൂടുതൽ ടൈമൊക്കെ യൂസ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ ലിപ്പിൻ്റെ ആ ഒരു സ്കിന്ന് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയിരിക്കും. നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വരുന്ന ടൈപ്പ് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈനെസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അന്നത്തെ രാത്രി ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം എണീക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, comment and subscribe. I'll see you guys in my next videos. Until then, bye.